വരാൻ പോകുന്ന ആനുവൽ എക്സാം ഹിന്ദിയിൽ +2 നല്ലൊരു മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഡെഫിനറ്റ് ആയിട്ട് 8 മാർക്കല്ല മറിച്ച് ഒരു 6 മാർക്കിന് തന്നെ 8 ആക്കുന്നില്ല മറിച്ച് ഒരു 6 മാർക്കിന് തന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പോസ്റ്റർ എന്ന് പറയുന്നത്. സോ ആ ഒരു പോസ്റ്റർ എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാമെന്നൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. സോ പോസ്റ്ററിൽ ഒരു 6 മാർക്ക് നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് ഈസി ആയിട്ട് എഴുതി വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, സോ നോക്കിക്കോളൂ എങ്ങനെയാണ്. 14 സിതംബർ രാഷ്ട്രീയ ഹിന്ദി ദിവസ് കെ അവസർ पर ഒരു പോസ്റ്റർ ആണ്. 14 സെപ്റ്റംബർ ആണ് നമുക്കറിയാം നമ്മുടെ ഹിന്ദി ദിവസം എന്ന് പറയുന്നത്. സോ ആ ഒരു ഹിന്ദി ദിവസത്തിനനുബന്ധിച്ച് എന്താണ് പോസ്റ്റർ തയ്യാറാക്കുക. സോ ആ ഒരു പ്രത്യേകത ഒരു ഭാഷണമൊക്കെ വെക്കുന്നുണ്ട്. ഒരു പോസ്റ്റർ തയ്യാറാക്കുവാണ്. പോസ്റ്ററിൻ്റെ ടെംപ്ലേറ്റ് ഞാൻ പറഞ്ഞുതരാം. സോ നമ്മൾ നേരത്തെ കണ്ട പോലെ വിജ്ഞാപൻ്റെ പോലെ തന്നെ എന്ത് ചെയ്യണം, ഇതുപോലെ തന്നെ 4 വശങ്ങളും നമ്മൾ വരക്കുന്നു. 4 വശങ്ങളും നമ്മൾ സൂപ്പറായിട്ട് വരക്കുവാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, GHSS ഏതാണോ സ്കൂള് 4 വശവും ബോക്സ് നമ്മൾ വരച്ചു. എന്നിട്ട് നമ്മൾ എഴുതുന്നു GHHS ഏതാണോ GHHS അല്ലെങ്കിൽ ABC സ്കൂൾ ഏതെങ്കിലും സ്ഥലത്തിൻ്റെ പേര് കണ്ണൂർ കോഴിക്കോടുന്നോ അല്ലെങ്കിൽ GHHS കോഴിക്കോടുന്നോ എന്തെങ്കിലും നിങ്ങൾക്ക് എഴുതി വെക്കാം. എന്നിട്ട് എന്താണ് ഹിന്ദി ദിവസ് ഏതാണോ സ്കൂൾ എന്ന് ആദ്യം മെൻഷൻ ചെയ്യണം കേട്ടോ. സ്കൂളിലെ പ്രോഗ്രാമാണ് നമ്മൾ എഴുതുന്നത്. ഹിന്ദി ദിവസ് സമാരോഹ് और ഭാഷൺ പ്രതിയോഗിത. കാരണം ക്വസ്റ്റ്യൻ ഓൾറെഡി ഉണ്ടായിരുന്നു. ഒരു എലക്യൂഷൻ കോമ്പറ്റീഷനും ഉണ്ട്. എന്ത് കോമ്പറ്റീഷനും വെക്കുന്നുണ്ട്, അത് നിങ്ങൾ മെൻഷൻ ചെയ്യണം. കാരണം ഹിന്ദി ദിവസത്തിന്റെ കൂടെ എന്താണ് और ഭാഷൺ പ്രതിയോഗിത സ്പീക്കിംഗ് കോമ്പറ്റീഷൻ എലക്യൂഷൻ കോമ്പറ്റീഷൻ കൂടി ഉണ്ട്. 14 सितंबर 2033 में है ना, अरे 23 को 21 33 മാറി 33 23 को ഓക്കെ 23 को 2023 ഇത് ഉണ്ടായിരുന്നത്. 14 സിതംബർ 2023 നിങ്ങൾക്ക് എന്താണ് 26 ആക്കാം. 26 को क्या है ഉദ്ഘാടനം ആരാണ് ആദരണീയ ജില്ലാധീഷ് ജില്ലാ കളക്ടറാണ്. സ്ഥാനം എവിടെയാണ്, സ്കൂൾ സഭാഗൃഹമാണ്. സുബേരെ 10 മണിയാണ്. ഭാഷൺ പ്രതിയോഗിത എലക്യൂഷൻ കോമ്പറ്റീഷൻ ഉണ്ട്. 11 ബജെ ഭാഷൺ പ്രതിയോഗിത ചലേഗി. 11 മണിക്ക് കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യും. വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ട്. വിഷയം എന്ത് വിഷയത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി വിശ്വഭാഷ के रूप में हिंदी का विकास വിശ്വഭാഷയുടെ രൂപത്തിൽ ഹിന്ദിയുടെ വികസനം. കാരണം നമുക്കറിയാം പാരാമരിബോ ഷഹറിലൊക്കെ ഹിന്ദിയുടെ ഉപയോഗം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സുറിനാമെ പേലാദിൻ അല്ലേ, അതുപോലെ എന്താണ് മൗറീഷ്യസ് പലയിടങ്ങളിലും ഹിന്ദി ഭാഷയുടെ ആ ഒരു വികസനം ഒരുപാട് യൂസേജസ് ഉണ്ട്. ഭാഷ എന്ന രീതിയിൽ ഹിന്ദിയുടെ ഒരുപാട് യൂസേജസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ വികാസ് ഉണ്ട്. ഓക്കെ, സോ സബ്കാ സ്വാഗത് ഇതെന്തായാലും ആഡ് ചെയ്യണം. സബ്കാ സ്വാഗത് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ജയ് ഹിന്ദ് എന്ന് പറഞ്ഞു, ജയ് ഹിന്ദിനും പറഞ്ഞു. സോ ഹിന്ദി ക്ലബ്ബ് ഈ സ്കൂളിൻ്റെ പേരായിരുന്നു. ഹിന്ദി ക്ലബ്ബ് GHHS എന്ന് നിങ്ങൾക്ക് ഏഡ് ചെയ്യാം. ഹിന്ദി ക്ലബ്ബാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. ആരാ കണ്ടക്ട് ചെയ്യുന്നത്? ഹിന്ദി ക്ലബ്ബാണ് കണ്ടക്ട് ചെയ്യുന്നത്. കാരണം ഒരു കോർഡിനേറ്റർ ആണല്ലേ, അതും കൂടെ നിങ്ങൾ മെൻഷൻ ചെയ്താൽ പോസ്റ്റർ റെഡിയാണ്. സബ്കാ സ്വാഗത് എഴുതാൻ മറക്കരുത്. സ്വാഗ് സബ്കോ സ്വാഗത് ആണ്. ठीक है बच्चों, ഇതാണ് ആ പോസ്റ്ററിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് ഈ ഒരു പോസ്റ്ററിന്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് പഠിച്ചു വെക്കാവുന്നതാണ്. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. വളരെ സിമ്പിളാണ്. ഈ ഒരു പോസ്റ്റർ എന്തായാലും ചോദിക്കുന്നതാണ്. 6 മാർക്കാണ് ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 6 to 8 ആണ്. 6 to 8 റേഞ്ചിലാണ് വരുന്നത്. എന്തായാലും 6 മാർക്സിന് എന്താണ് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾ ചോദ്യപേപ്പറിൽ ഒരു പോസ്റ്റർ ഉണ്ടാവും. ഈ വിഷയം ഇത് മാറ്റിയാൽ മതി. ഇത് കറക്റ്റാണ്, അത് അങ്ങനെ തന്നെ വെക്കാം അല്ലെ. സ്കൂൾ അതങ്ങനെ തന്നെ വെച്ചു. ഈ വിഷയവും അതുപോലെ തന്നെ ആ കോമ്പറ്റീഷൻ മാറ്റി വേണമെങ്കിൽ ഭാഷ കോമ്പറ്റീഷൻ ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം. കാരണം സ്പീച്ച് കോമ്പറ്റീഷൻ എന്ത് പ്രോഗ്രാമിൽ നമുക്ക് വെക്കാൻ സാധിക്കുന്നതാണ്. സോ ഡേറ്റ് ഏത് ദിവസമാണ് പ്രോഗ്രാം എന്ന് നമ്മൾ മെൻഷൻ ചെയ്തു. ആരാണ് ഉദ്ഘാടകൻ അത് മാറ്റണ്ട, അതങ്ങനെ തന്നെ വെച്ചു. ഞാൻ ആദരണീയ ജില്ലാധീഷ് റെസ്പെക്റ്റഡ് ഡിസ്ട്രിക്ട് കളക്ടറാണ്. സ്ഥാൻ സമയ് സെയിം ആണ്, അങ്ങനെ തന്നെ വെച്ചോ. സുബഹ് 10 മണി എല്ലാവരും അതന്നെ എടുക്കുക. വൈകുന്നേരം ആ ഒരു പ്രോഗ്രാം വെക്കൂല. രാവിലെ 10 മണി സുബഹ് 10 ബജെ അതങ്ങനെ പഠിച്ചു. ഭാഷൺ പ്രതിയോഗിത കോമ്പറ്റീഷൻ നമ്മൾ എഴുതി. അതിനുശേഷം എന്താണ് 11 മണിക്കാണ് കോമ്പറ്റീഷൻ തുടങ്ങുക നമ്മൾ എഴുതി. വിഷയം നമുക്ക് ക്വസ്റ്റ്യനിലുള്ളത് അത് എഴുതി. അത് നമ്മൾ അതിനനുസരിച്ച് വിഷയം മാറ്റുന്നു. ബാക്കിയൊക്കെ സെയിം ആണ്. ഭാഷൺ പ്രതിയോഗിത 11 ബജെ ശുരു ഹോഗെ. ഭാഷൺ നമ്മൾ കോമ്പറ്റീഷൻ കൊടുക്കുകയാണെങ്കിൽ വേണമെങ്കിൽ അത് ആഡ് ചെയ്തോ. ക്വസ്റ്റ്യൻ വന്നില്ലെങ്കിൽ ആ ഭാഷ കോമ്പറ്റീഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്തോ. അപ്പോൾ എന്നാൽ പിന്നെ ഇത് അങ്ങനെ തന്നെ വെച്ചാൽ മതി. എന്നിട്ട് എന്താണ് വിഷയമാണ്, വിഷയത്തിനനുസരിച്ച് വിഷയത്തിൽ മാത്രം മാറ്റം വരുത്തി. സബ്കാ സ്വാഗത് അതുപോലെ തന്നെ എഴുതി. ജയ് ഹിന്ദ് ജയ് ഭാരത് കേട്ടോ. ജയ് ഹിന്ദി മാറ്റിയിട്ട് ജയ് ഹിന്ദ് ജയ് ഭാരത് എന്നിട്ടു. അതിന് തൊട്ട് താഴെ ഹിന്ദി ക്ലബ് അതുപോലെ തന്നെ വെച്ചു. പോസ്റ്റർ ഈസി അല്ലേ. 6 മാർക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് വാങ്ങിച്ചെടുക്കാം. ക്വസ്റ്റ്യൻ അനുസരിച്ച് കുറച്ച് കാര്യങ്ങൾ മാറ്റിയാൽ മതി. നല്ല രീതിയിൽ ആ ബോക്സ് ഒന്ന് എടുക്കണം. എന്നിട്ട് ഒരു ചിത്രം പറ്റുവാണെങ്കിൽ ഒരു ചിത്രമൊക്കെ ഇങ്ങനെ വലുതാവുന്നൊക്കെ ഇങ്ങനെ ചിത്രമൊക്കെ ഇങ്ങനെ വരച്ചു വെച്ചോ. ആ ദിവസത്തിനനുസരിച്ച് ഇങ്ങനെ ചിത്രമൊക്കെ ഇങ്ങനെ വരച്ച് വെച്ച് കഴിഞ്ഞാൽ മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. പക്ഷേ കാണാൻ നല്ലൊരു മെനയും നല്ല ഡ്രസ്സിങ് ആണ്. ഇത് എഴുതുന്ന സമയത്ത് ഒരു നല്ല ഫ്രഷ് പേജ് തന്നെ എഴുതുന്ന സമയത്ത് എന്താണ് ആ ഒരു പേപ്പറിൻ്റെ ഫ്രഷ് പേജിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ ആ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കണം. സോ സെപ്പറേറ്റ് പേജ് എടുത്തിട്ട് തന്നെ ആ പേജ് ഫുള്ളായിട്ട് തന്നെ വരച്ചിട്ട് എന്ത് ചെയ്യണം, എഴുതാൻ ശ്രമിക്കണം. പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് ചിത്രവും നിങ്ങൾക്ക് വരച്ചു വെക്കാൻ സാധിക്കുന്നതാണ്. ഡെക്കറേറ്റീവ് ആയിട്ട് ഒരു പോസ്റ്ററിൽ നിങ്ങൾക്ക് 6 മാർക്ക് ഈസി ആയിട്ട് വാങ്ങാൻ സാധിക്കുന്നതാണ്. ക്രിയേറ്റീവ് റൈറ്റിംഗ് ആണ്. യു വിൽ ഗെറ്റ് ഡെഫിനറ്റ്ലി 5-6 മാർക്സ് റൈറ്റ്. तो ठीक है बच्चों, ഈ ഒരു വീഡിയോ എത്രമാത്രം യൂസ്ഫുൾ ആയ എന്നൊരു കാര്യം നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാം. നിങ്ങളുടെ ഫ്രണ്ട്സ് +2 हिंदी एग्जाम एग्जाम പോകുന്ന ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തോട്ടെ. അവനും മാർക്ക് വാങ്ങിട്ടോട്ടെ. पढ़ ले यार, पढ़ लो, सबको पढ़ने दे. यस, पढ़ लो और सबको पढ़ने दे. पढ़ने के साथ खुद पढ़ने के साथ ही अपने साथी वाले अपने जो लोग हैं उनको भी पढ़ने दो. तो ठीक है बच्चों, बहुत बहुत धन्यवाद. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ എന്തായാലും കാണാം. സോ मिलते हैं. जय हिंद. थैंक यू.